ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ. തെല്ല സംഗീതം കേട്ട് തുടങ്ങാം. ഡോക്ടേഴ്സ് ഡേയും മ്യൂസിക്കും തമ്മിൽ എന്ത് എന്നാണെങ്കിൽ, ഹാർമോണിക്ക എന്ന മൗത്ത് ഓർഗനിലൂടെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീത ശകലം പൊഴിക്കുന്നത് ഒരു ഡോക്ടറാണ് എന്നതാണ് ഉത്തരം. എടക്കാട് ദേശത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ജനപ്രിയ ഡോക്ടറായ ഡോക്ടർ ജി ഹരികുമാർ എന്ന ഹരി ഡോക്ടറാണ് ഈ ജനപ്രിയ ഗാനം പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറായ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസീഷ്യനായ ഡോക്ടർ, ഈ ഒരു അപൂർവതയാണ് ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യലായി ഒരുക്കുന്നത്. ആതുര ശുശ്രൂഷയുടെ സമർപ്പിത സേവന രംഗം തൊഴിലായി തിരഞ്ഞെടുക്കാൻ പ്രേരകമായി ചിലതൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ ജി ഹരികുമാറിന്. സത്യം പറയിച്ചാൽ തിരഞ്ഞെടുത്തതല്ല. കേൾക്കാം നമുക്ക് കഥ. അച്ഛനും അമ്മയും എടുക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓഫ്കോഴ്സ് നിർബന്ധിച്ചതല്ല. എൻ്റെ അമ്മേൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, ഫ്രഞ്ച് ആർമിയിലായിരുന്നു. അന്ന് സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻഡോ ചൈന എന്ന് പറയും, ഇന്നത്തെ കംബോഡിയ, അവിടെ വെച്ചിട്ടാണ് പുള്ളി സർവീസിൽ എടുക്കുമ്പോൾ തന്നെയാണ് മരിച്ചു പോയത്. ഇറ്റിയക്കണ്ടി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടർ. പിന്നെ അമ്മേൻ്റെ സ്വന്തം നേരനിയൻ ഡോക്ടർ രാമൻ, അവരും പോണ്ടിച്ചേരി സർവീസിൽ ഫ്രാൻസിൽ നിന്ന് പഠിച്ചതാണ്. എന്നിട്ട് ഡോക്ടർ തന്നെയായിരുന്നു. അപ്പം അവരൊരു പ്രചോദനം ഉണ്ടായിരുന്നു. മാമൻ്റെ കൂടെ എത്രയോ പ്രാവശ്യം ഹെൽപ്പ് ചെയ്യാൻ പോകലുണ്ട് സർജറിയെല്ലാം. പിന്നെ നമ്മളെ ജനറേഷനിൽ ഒരാൾ വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സത്യം പറയുക പൈലറ്റ് ആവണമെന്നതിനും ആഗ്രഹം, പക്ഷേ വിട്ടില്ല. ആ സമയത്ത് ഇവിടെ നമ്മളൊരു അടുത്ത് വീട്ടിലെ അവരുടെ ഫ്രണ്ട് ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചു. പൈലറ്റ് ട്രെയിനിങ്ങിന് പോയപ്പോൾ അതോടെ നിന്നു. പൈലറ്റ് ഇല്ല, ഇനി MBBS മാത്രം. അങ്ങനെ പിന്നെ എൻട്രൻസ് എക്സാമിന് കോച്ചിങ് തലശ്ശേരി MB ട്യൂട്ടോറിയൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ കോച്ചിങ് ചെയ്തു. നല്ല റാങ്ക് 130 മറ്റോ റാങ്ക് കിട്ടി കേരള സ്റ്റേറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ പോയി. പിന്നെ അങ്ങനെ ഹോളി ഏഞ്ചൽസിൽ 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. അന്ന് ഹോളി ഏഞ്ചൽസിൽ ബോയ്സും ഉണ്ടായിരുന്നു തലശ്ശേരി കോൺവെൻറ്റിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സെൻറ്റ് ജോസഫ്സ് 10th വരെ, ബ്രണ്ണൻ കോളേജിൽ 2 വർഷം പ്രീ ഡിഗ്രി, പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. സർക്കാർ സർവീസ് വേണ്ടെന്ന് വെച്ച് സ്വകാര്യവും ഗ്രാമീണവും സാധാരണവുമായ ആതുര സേവന രംഗം സ്വീകരിച്ചതിന് പിന്നിലും ചില നിലപാടുകളുണ്ടായിരുന്നു ഡോക്ടർക്ക്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നോക്കിയിട്ടേ ഇല്ല. ഇവിടെ തലശ്ശേരിയിൽ തന്നെ പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റൽ കുറച്ച് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ദിശ എന്ന് പറഞ്ഞിട്ട്, അതിപ്പോൾ ഇല്ല, അന്ന് ജൂബിലി റോഡിലുള്ള അന്ന് ലീഡിങ് ഗൈനക്കോളജി ഡെലിവറി എല്ലാം നടക്കുന്ന ലീഡിങ് ഹോസ്പിറ്റലായിരുന്നു അത്. അവിടെ 4 വർഷം ഉണ്ടായി. പിന്നെ ഒന്ന് UK പോകാനുണ്ട്. അവിടെ സിസ്റ്ററും ഹസ്ബൻഡ് അളിയൻ അവിടെ UK സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി അങ്ങോട്ട് വാ, അവിടെ FRCS ചെയ്യുക, സർജറി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എൻട്രൻസ് ഒന്നും എഴുതിയില്ല, അവിടെ പോയി. പക്ഷേ അവിടെ അതൊരു തെറ്റ് ഡെസിഷനായിരുന്നു. പിന്നെ തലശ്ശേരി തന്നെ യൂണിറ്റി ഹോസ്പിറ്റലിൻ്റെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചേർന്നു. അവിടെ ആറമ്മ പണി, രാവിലെയും രാത്രി നല്ല ഹാർഡ് വർക്ക്. ICUലും എല്ലാവിധ സർജറിയും കുറേ വലിയ തലശ്ശേരിയിലെ വലിയ ഡോക്ടേഴ്സിൻ്റെ കീഴിൽ പണിയെടുക്കാൻ പറ്റി. അവർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്യം പറയുക അതൊരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പിന്നെ യൂണിറ്റിയിൽ നിന്ന് നിർത്തി സ്വന്തം പ്രാക്ടീസ് തുടങ്ങാൻ വെച്ച് എടക്കാട് വന്നു. അവിടെ തന്നെ അധികം ഫീസ് വേണ്ട എന്നില്ല, മിനിമം ഫീസ്. ഞാൻ അന്ന് തുടങ്ങുമ്പോൾ 15 ഉറുപ്പ്യ തോന്നുന്നു ഞാൻ വാങ്ങിയത്, 98 ഒരാൾ. പിന്നെ എനിക്ക് അത്ര മതി പൈസ. ഇപ്പോഴും അത് തന്നെ, അത് പൈസയുടെ വലിയ അർത്ഥമില്ല, അന്നുമില്ല ഇന്നുമില്ല. പിന്നെ പേഷ്യൻസിന് നല്ലത് മാത്രം, അതായത് ചെറിയ പൈസക്ക് നല്ല മെഡിസിൻ കിട്ടുന്ന. പിന്നെ മെഡിസിൻ ഞാൻ ഡിസ്പെൻസ് ചെയ്യില്ല എന്നുള്ള ആദ്യം ഒരു തീരുമാനമാക്കി. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഞാൻ ആവശ്യമില്ലാത്ത മെഡിസിൻസ് എഴുതൂല. അവർ പേഷ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ
എടക്കാട് 98 കുറേ നല്ല ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ് ഇപ്പോഴും. എടക്കാടുള്ള ആൾക്കാരെല്ലാം ഒരുവിധം നല്ലൊരു എന്താ പറയുക, ഒരു നല്ല സ്നേഹത്തിലാണ് എന്നോട്. ആരും ഇപ്പം പിന്നെ വയസ്സായതുകൊണ്ട് പ്രത്യേകിച്ച്. മറക്കാനാവാത്ത ക്ലിനിക് അനുഭവങ്ങളിൽ ചിലത് മാത്രം. ഞാനിപ്പോൾ പറയാ ഇപ്പോൾ വയസ്സായ ആൾക്കാരെല്ലാം മോനെ എന്ന് പറഞ്ഞ് വിളിച്ചേക്ക് വരും. ചില സമയം പൈസ തരാൻ ഉണ്ടാവില്ല, ഒരു 2 ബിസ്ക്കറ്റ് തന്ന കേസുകളുണ്ട്. പിന്നെ അങ്ങനെയല്ല സ്നേഹം പോയിട്ട് എന്താ പറയുക, പഴയ ആൾക്കാർ, നാടൻ ആൾക്കാർ, ആ നാട്ടുമ്പുറത്തുള്ള ആൾക്കാർ, അവരെ ആ സേവിക്കുമ്പോൾ അവരുടെ സ്നേഹം ഇങ്ങോട്ട് അത് തന്നെ മറക്കാനാവാത്ത ഇഷ്ടംപോലെ പഴയ ആൾക്കാർ, വയസ്സായ അച്ഛനും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാർ എന്ന് പറയുന്ന പോലെ ഉള്ള ആൾക്കാർ വന്നിട്ട് മോനെ എന്നെല്ലാം വിളിച്ചിട്ട് ഒരു വരവുണ്ട് കാണാൻ. അവർ ഡോക്ടർ ചെയ്ത സാറൊന്നല്ല മോനെ. അപ്പോൾ അതെല്ലാം ഭയങ്കര ഒരു നമുക്ക് എത്രയോ സാറ്റിസ്ഫാക്ഷൻ തരുന്ന സംഗതിയാണ്. ഫീസ് തന്നില്ലെങ്കിൽ സാരമില്ല, അത് പോകുമ്പോൾ കണ്ണിൽ വെള്ളമായിട്ട് പോകുന്നതും നമ്മൾ അങ്ങനെ അതെല്ലാം ഭയങ്കര എന്താ പറയുക, മറക്കാനാവാത്ത കാര്യം അത് തന്നെ. സത്യം പറയിച്ചാൽ കുട്ടികൾ, ചെറിയ ജനിച്ചപാടുള്ള കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാർ വരെ എല്ലാവരും വരും. പറ്റുന്നത് ഞാൻ ചെയ്യും, പറ്റാത്തത് ആദ്യം തന്നെ ഞാൻ പറയും എന്നാലാവില്ല. നിങ്ങൾ വലിയ ഡോക്ടർക്കാണ്, ഞാൻ സാധാരണ MBBS ഡോക്ടർ മാത്രമാണ്, അതുകൊണ്ട് എന്നാലാവുന്നതാണ് ഞാൻ ചെയ്യുമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ പോകണം. ഞാൻ തൽക്കാലത്തെ മരുന്ന് തരുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം, ആൾക്കാർ ആ വിശ്വാസത്തിൽ വരും ചെയ്യും. അയാൾ നീട്ടി വെക്കൂല, അയാൾ വേഗം വിട്ടോളും എന്നുള്ള ഒരു വിശ്വാസത്തോടെ അവർ വരും. ഹോസ്പിറ്റലിൽ പണിയെടുക്കുമ്പം വലിയ സർജറി അല്ല, വലിയ സർജൻസിനെ എല്ലാം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ സർജറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സാറുമാർ എന്നെ കൊണ്ട് ചെയ്യിക്കലുണ്ട് ഇഷ്ടം പോലെ ഹൗസ് സർജൻസിൻ്റെ സമയത്തെല്ലാം. പക്ഷെ ഇപ്പം പുറത്ത് ഇവിടെ വന്നതിന് ശേഷം ചെറിയ ഈ കൊഴുപ്പ് കൂടി കെട്ടിക്കിടന്നും ഈ കാത് അറ്റുപോയതെല്ലാം തുന്നൽ, അങ്ങനത്തെ ചെറിയ സർജറി ഇപ്പം ചെയ്ത് കൊടുക്കും. അത് ചെറിയ പൈസക്ക് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ആൾക്കാർ അതിനും കുറേ ആൾ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പേഷ്യൻസ് ഇല്ലാത്ത സമയത്തൊക്കെ, പേഷ്യൻസ് തിരക്കൊഴിഞ്ഞാൽ മാത്രം ചെയ്യും. ആളെ പുറത്ത് വെച്ചിട്ട് ചെയ്യില്ല, തിരക്കില്ലാന്ന് കണ്ടാൽ മാത്രം അവരെ വിളിച്ചിട്ട് ചെയ്യും. തിരക്ക് പിടിച്ച ആരോഗ്യ സേവന രംഗം പ്രൊഫഷനായി തിരഞ്ഞെടുത്തപ്പോഴും പാഷനായി കൂടെ കൂട്ടിയ സംഗീതത്തെ ഡോക്ടർ കൈവിട്ടില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുപ്പത്തെ അറിയാതെ തുടങ്ങിയൊരു ഹോബിയായിരുന്നു. മൗത്ത് ഓർഗൻ എന്ന് പറയുന്നത് ഞാൻ ഒരു 3-4 വയസ്സുള്ളപ്പോൾ താനെ പഠിച്ച ഏട്ടൻ എന്നെക്കാട്ടും 4-5 വയസ്സ് മൂത്ത ഏട്ടനൊരു മൗത്ത് ഓർഗൻ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഏട്ടൻ സ്കൂളിൽ പോകുമ്പോൾ, ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് അമ്മ അടുക്കളയിലുണ്ടാവും, ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. ഞാനപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് ഈ മൗത്ത് ഓർഗൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യും. ഏട്ടൻ അറിയാതെ, ആരും അറിയാതെ അങ്ങനെ പ്രാക്ടീസ് എന്താ അറിയില്ല, താനെ ചെറുപ്പത്താണ്. അപ്പോൾ അമ്മ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് ഈ പാട്ട് കേട്ടിട്ട് ശബ്ദമില്ലാതെ വന്നിട്ട് ഞാൻ എന്നെ കണ്ടപ്പോഴാണ് അറിയുന്നത്. ഞാനിങ്ങനെ അങ്ങനെ എനിക്കൊരു മൗത്ത് ഓർഗൻ വാങ്ങിച്ചത്. അന്ന് മുതലാണ് അത് എനിക്കൊരു മൗത്ത് ഓർഗനായി. പിന്നെ അതെങ്ങനെ ഓരോ പാട്ടുകൾ താനെ എങ്ങനെ പഠിച്ചു പിന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും. പക്ഷേ നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടായെന്ന് വെച്ചാൽ, ബ്രണ്ണൻ കോളേജ് പഠിക്കുമ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൗത്ത് ഓർഗൻ റെക്കഗ്നൈസ്ഡ് ആയിരുന്നില്ല. ഇൻസ്ട്രുമെൻ്റ് എല്ലാം എന്ന് പറഞ്ഞിട്ട് വലിയ വിഷമം തോന്നിയ സംഗതിയാണ്. അതേസമയം കേരള യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു, പിന്നീട് വന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ മൗത്ത് ഓർഗണിന് വിൻഡ് ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് മൗത്ത് ഓർഗൻ റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ബ്രണ്ണൻ കോളേജ് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻസിനൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഓഫ് കോഴ്സ് അന്ന് ഇൻ്റർ മെഡിക്കൽ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് 5 മെഡിക്കൽ കോളേജസും തമ്മിലുള്ള ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രൈസ് മേടിക്കാറുണ്ട്, മിക്കവാറും ഫസ്റ്റ് തന്നെ കിട്ടാറുണ്ട്. ഇൻഫാക്ട് ഒരു പ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടി അവരെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് ഈ ഇൻ്റർ മെഡിക്കൽ. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിതില്ല, ഇൻ്റർ മെഡിക്കൽ ഇതാണ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് വലിയൊരു പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഉണ്ടായിട്ടില്ല, താനെ പഠിച്ചു അങ്ങനെ പോയി. പിന്നെ പിന്നെ ജോലി തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ നമ്മളെ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, IMA മീറ്റിങ്സിനെല്ലാം അവർ ചില സമയം ഒന്ന് പാടണം എന്ന് പറയും, അങ്ങനെ പാടും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഫങ്ഷനിങ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന്
വിട്ടിട്ടുള്ള 25ാം വാർഷികം ഉള്ള ഇത് തുടങ്ങുമ്പോഴാണ് അന്ന് പഴയ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുന്നത്, നമുക്ക് നിൻ്റെ മൗത്തോകം കേൾക്കണടാ, റെക്കോർഡ് ചെയ്തിട്ട് വിടുന്നു മറ്റേ. അങ്ങനെയാണ് വീണ്ടും മൗത്തോകനെടുത്ത് സജീവമായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ കൊല്ലത്തിൽ 1-2 IMA മീറ്റിങ്ങിന് പോയിട്ട് പാടുന്നതിനും യൂട്യൂബിൽ കുറേ വീഡിയോസ് പഴയ അഫ്കോഴ്സ് 2008 തൊട്ടുള്ള ഒരു 10-75 വീഡിയോകളുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞാൻ പ്രാക്ടീസ് ചെയ്യും. ക്ലിനിക്ക് കഴിഞ്ഞ് വന്നാൽ സാറ്റർഡേ നൈറ്റ് ഫീവർ എന്ന് പറയും ഞാൻ, പക്ഷേ അത്രമാത്രം മതി. സാറ്റർഡേ ക്ലിനിക്ക് കഴിഞ്ഞ് വന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് സൺഡേ ചില സമയം 2 മണി 3 മണി വരെ എല്ലാം പോകലുണ്ട്. പിന്നെ വേറൊരു അതിലും വലിയൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് അന്ന് കണ്ണൂർ സലീം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പാട്ടുകാരുണ്ടായിരുന്നു, മരിച്ചുപോയി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ശനിയാഴ്ച ഞാൻ ഒന്നിക്ക് മൂപ്പറ വീട്ടിൽ, മിക്കവാറും മൂപ്പറ വീട്ടിൽ, ചില സമയം രാവിലെ ഞായറാഴ്ച 5 മണിക്കെല്ലാം തിരിച്ചു വന്ന ദിവസമുണ്ട്. പാട്ട് പുള്ളീൻ്റെ വീട്ടിൽ മൂപ്പർ പാടും, അസാധ്യമായിട്ട് പാടും പഴയ ഹിന്ദി, ഞാൻ മൗത്തോക്കണം. പിന്നെ മക്കളുണ്ട്, പക്ഷെ മക്കൾ വേഗം പോവും. ഞങ്ങൾ രണ്ടാളും ചില സമയം 3 മണി 4 മണി 5 മണി വരെ എല്ലാം ഇരുന്ന് സെഷൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അങ്ങനത്തെ ദിവസം സൺഡേ പ്ലേസസ് നോക്കൂല, അല്ലെങ്കിൽ സൺഡേ രാവിലെ പേഷ്യൻ്റ് വന്ന്. അപ്പോൾ പിന്നെ ഇപ്പം പുള്ളി മരിച്ചത് എനിക്ക് ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും തീരാ നഷ്ടമാണ്. എൻ്റെ മൗത്തോകൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെക്കൊണ്ട് ഇൻഫാക്ട് ഇവിടെ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റിൽ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി 2 പ്രാവശ്യം സ്റ്റേജിൽ പാടിച്ചിരുന്നു. പുള്ളീൻ്റെ ഫാമിലി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൂട്ടി ഞാൻ മൗത്തോകിൽ 4-5 പാട്ട് പാടിയിട്ടുണ്ട് 2 വർഷം. പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്നെ വിളിക്കും, ബാ ഡോക്ടർ, എന്നിട്ട് അവിടെ പോയിട്ട് എന്നെ കൊണ്ട് മൗത്തോകൻ വായിപ്പിക്കും സ്റ്റേജ് മേലെ. അങ്ങനെ കേട്ട് ആൾക്കാർ എന്നെ ഇവിടെ ധർമ്മടുത്ത് ഒരു ചെറിയ കാവുണ്ട്, പഴയ കാവ്, ഗണേശൻ കാവ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അല്ല ഇപ്പോൾ വേണ്ടാന്ന് എന്താ പറയുക, പുനരുദ്ധാരണം ചെയ്തിട്ട് ഇപ്പോൾ. അപ്പോൾ അതിന് അവർ വിളിച്ചു. ഞാൻ എന്നെ കൊണ്ട് ഒരു മണിക്കൂർ പഴയ പാട്ട്, 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഞാനും എനിക്ക് കുറച്ച് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഇൻസ്ട്രുമെൻസുമായിട്ട്, അക്കമ്പനിങ് ഇൻസ്ട്രുമെൻസായിട്ട്. അതൊരു കൊറോണ തുടങ്ങുന്നതിന് നേരം മുമ്പാണ്. അത് അങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പോൾ ക്ലിനിക്കായിട്ട് വല്ല പേഷ്യൻസായിട്ട് പോകും. ശനിയാഴ്ച രാത്രി മാത്രം മൗത്തോർഗൻ പോകും. പഴയ ഹിന്ദി മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, അത് മുകേഷ്. പിന്നെ ഓഫ്കോഴ്സ് പഴയ ഇംഗ്ലീഷ് പാട്ടുകളുണ്ട്, പണ്ടേ കേട്ടിട്ടുണ്ട്. അതേപോലെ മലയാളം പാട്ട്, ഇങ്ങനെ ഈ മാണിക്യ വീണ, അല്ലിയാമ്പൽ, കടവിൽ, അങ്ങനെ മറ്റുള്ള കുറച്ച് പഴയ ക്ലാസിക്സ് അതും ഇഷ്ടമാണ്. അത് പാടാറുണ്ട്, വായിക്കാറുണ്ട്. ചികിത്സയിലും രോഗശാന്തിയിലും മ്യൂസിക് തെറാപ്പിയുടെ സാധ്യതകൾ ഗവേഷണത്തിലൂടെ കൂടുതൽ ആരായേണ്ടതുണ്ട്. നമ്മൾ കൈതപ്പുറം തമ്മിൽ അവരും എൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടർ ഷക്കീലുണ്ട്, മുഹമ്മദ് ഷക്കീൽ, അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ. അവർ ശരിക്കും സ്റ്റഡി തന്നെ നടത്തിയിട്ട് പ്രൂവ് ചെയ്തതാണ് പല രാഗങ്ങൾക്കും ഇങ്ങനെ സുഖോട് മാറ്റാനുള്ള ഇത് കഴിവുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ ശാസ്ത്രീയ സംഗീതം ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്തെന്നാലും മ്യൂസിക് തെറാപ്പി അത് വേറെ സംഗതി. ഈ മ്യൂസിക് തന്നെ ഞങ്ങൾ ഈ രാത്രിയാകുമ്പോൾ ഈ പാട്ട് വേറെ ഇതൊന്നും ഇല്ലാതെ പഴയ പാട്ടെല്ലാം കേൾക്കുമ്പോൾ, ഞങ്ങൾ യൂട്യൂബിലും ഇവിടെ കമ്പ്യൂട്ടറിൽ കേൾക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ പഴയ അങ്ങ് എവിടെയോ എത്തും. ഞങ്ങൾ പഴയ ചെറുപ്പകാലത്തായിട്ട് അങ്ങനെ എത്തി പഴയ ചുറ്റുവട്ടുണ്ട് അന്നുണ്ടായ മണങ്ങളും അതെല്ലാം ഞങ്ങൾക്ക് താനിങ്ങ് വരും. ആ മ്യൂസിക്കിൻ്റെ കഴിവ് അതുപോലെ വേറെ ഒന്നിനും പറ്റും തോന്നുന്നില്ല. പിന്നെ 2 കാര്യം കൂടി പറയാൻ പറഞ്ഞത്, ഇത് തലശ്ശേരിയിലൊരു നമ്മൾ ഇപ്പം പേര് കേട്ട മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം, മൂപ്പർ അച്ഛൻ ശ്യാം പ്രകാശ് ഏട്ടൻ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് വെച്ചാൽ എന്നെക്കാട്ട് കുറേ സീനിയറായിരുന്നു. പക്ഷേ ശ്യാമേട്ടൻ ഞാൻ മൗത്തോകൻ വായിക്കുന്ന അറിയാം. അങ്ങനെ സുഷിൻ ശ്യാമിൻ്റെ മൗത്തോകൻ വായിക്കാൻ വേറെ ഫിലിമിന് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 2 ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് വരത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം. വരത്തനിൽ വില്ലൻ വരുന്ന സമയത്ത് എൻ്റെ പാട്ടാണ് മൗത്തോർഗണ. വില്ലൻ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനാണ്, എൻ്റെ മൗത്തോർഗൻ പാട്ടാണ്. പിന്നെ അതിന് ശേഷം കുംബ്ലങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം. അതുവരെ ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരാൾ
ഒരു സൈലൻറ്റ് കാറ്റ് എന്നിട്ട് മറ്റൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടിക്കൊണ്ട് ആ ഒരു സ്ത്രീ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതുവരെ വർത്തമാനം പറയാൻ പറ്റാത്ത ഒരാൾ ഒരു മൗത്ത് ഓർഗൻ എടുത്തിട്ട് ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ ലാസ്റ്റ് അതും ഞാനാണ് ചെയ്തത്. അതിൽ മുമ്പിൽ നമ്മളെ കലവൂർ രവി എന്നെ വിളിച്ചിട്ട് മൂപ്പർ ഒരു ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നു. 2016 മറ്റോ ഇറങ്ങിയതായിരുന്നു. അത് അതിൽ മുമ്പിലാണോ എനിക്ക് ഓർമ്മയില്ല. അതിൽ കുറേ സ്ഥലത്ത് മൗത്ത് ഓർഗൻ്റെ ബിറ്റ് എന്നെ കൊണ്ട് ഞാൻ തൃശ്ശൂർ പോയി ഔസേപ്പച്ചൻ സാറെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതുണ്ട് ആ ഫിലിമിൽ. അങ്ങനെ എല്ലാം കൂടി 3 ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. സന്തോഷമായിട്ടുള്ള ആതുര സേവനം എന്ന പ്രൊഫഷനും സംഗീതം എന്ന പാഷനും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന കണ്ണൂർ എടക്കാട്ടെ ജനപ്രിയ ഡോക്ടർ ജി ഹരികുമാറിന്റെ വിശേഷങ്ങളും നിരീക്ഷണങ്ങളുമാണ് നിങ്ങൾ കേട്ടത്. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.